ഹായ്, എല്ലാവരോടും സ്നേഹം മാത്രം. നമ്മുടെ തട്ടിൻ്റെ TMT വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ TMT വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടോട്ടൽ 1600 1700 സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ലാബ് വരുന്നുണ്ട്. നമ്മൾ സെൻസൈഡിൻ്റെയും സിറ്റൗട്ടിൻ്റെയും എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ. 6 ഇഞ്ച് ചാട്ടമുള്ള ഏരിയ പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. 1600 സ്ക്വയർ ഫീറ്റോളം നമുക്ക് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ 8mm TMT ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ബോത്ത് വേസ് ആണ് നമ്മൾ ഫുള്ള് ചെയ്തിരിക്കുന്നത്. കാരണം 12x12 റൂമാണ് വന്നതാണ് നമുക്ക്. അതുകൊണ്ട് ബോത്ത് വേസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളും 12x12 12x13 ആ റേഞ്ചിലാണ്. അപ്പോൾ അത് കാരണം ചെറിയ റൂമുകൾ കാരണം ബോത്ത് വേസിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. 8mm കമ്പിയിൽ ബോത്ത് വേസ് ചെയ്താണ്. ക്രാങ്കിൻ്റെ പണിയും അതുപോലെ കമ്പിപ്പണിയും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രാങ്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെൻറ്റി വാർക്ക് ഉണ്ടെങ്കിൽ നമ്മളതിൽ 4 സെൻറ്റിങ്കിലും നമുക്ക് ക്രാങ്ക് കിട്ടണം. എന്നാലാണ് നമ്മൾ വാർക്ക് കഴിയുമ്പോൾ 2.5 സെൻറ്റി നമുക്ക് ക്ലിയറൻസ് അടിയിലും 2.5 സെൻറ്റി മേലെയും കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ 4 സെൻറ്റി ക്രാങ്കും ടോട്ടൽ 10 സെൻറ്റിലും 4 സെൻറ്റി ക്രാങ്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 8mm കമ്പിയിലാണ് നമ്മൾ മൊത്തം ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ബോട്ടം കമ്പിയുണ്ട്, അതിൽ ടോപ്പ് കമ്പിയുണ്ട്. ക്രാങ്കിലെ വന്നാണ് ഈ ബോട്ടം ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ക്രാങ്കിലെ കമ്പി നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇതാണ് അതിൻ്റെ ക്രാങ്ക് കമ്പി വരുന്നത്. ഇതുപോലെ നമ്മൾ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇത് 1 വേ സ്ലാബാണ്. 1 വേ സ്ലാബും 2 വേ സ്ലാബാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇപ്പം ക്രാങ്കിൻ്റെ കമ്പിപ്പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ 6 ഇഞ്ച് ഗ്യാപ്പിലാണ് നമുക്ക് എല്ലാ കമ്പികളും കഴിഞ്ഞ് കിട്ടുന്നത്. വർക്ക് കഴിഞ്ഞ് കമ്പിപ്പണി ഫുള്ള് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1600 സ്ക്വയർ ഫീറ്റ് 1700 സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ നമുക്ക് ടോട്ടൽ ഇതിനകത്ത് കമ്പിപ്പണി കഴിഞ്ഞ് വരുമ്പോൾ ഓരോ സ്ക്വയർ ഫീറ്റിനും നമുക്ക് ഒരു 1.5 കിലോ കമ്പി അല്ലെങ്കിൽ ഒരു 1.5 കിലോ കമ്പിയോളം നമുക്ക് ടോട്ടൽ ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്തുള്ള ഞാൻ ബീമിൻ്റെ കേസ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇത് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതിൽ വരുന്ന ബീം ഉണ്ടല്ലോ, നമുക്ക് ടോട്ടൽ വരുന്ന 1 അടി ഡെപ്താണ് വരുന്നത്. തട്ടിൽ 1 അടി ഡെപ്തും അതിൽ നമുക്ക് കമ്പിപ്പണി ചെയ്ത് വരുമ്പോൾ 4 ഇഞ്ച് ഹൈറ്റിൽ മേലേക്ക് നിൽക്കും. അത് നമ്മുടെ കോൺക്രീറ്റ് വരും 2.5 ഇഞ്ച് ക്ലിയറൻസ് നിൽക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ചിലുള്ള വാർക്ക് നമുക്ക് ഫുള്ളായിട്ട് കിട്ടും, വാർക്ക് കഴിഞ്ഞ് കിട്ടുമ്പോൾ. ഇതാണ് എൻ്റെ 16mm സ്റ്റേറ്റ് ബാറും 8mm റിങ്ങുമാണ് നമ്മൾ ചെയ്തത്. അത് 6 ഇഞ്ച് ഗ്യാപ്പിലാണ് റിങ് ചെയ്തത്. ഇതിൽ ഇതാണ് വന്നത്. 2 പോർഷനായിട്ട് നമ്മൾ തിരിച്ച് അതിൻ്റെ സ്ട്രെങ്ത്തിന് കൂട്ടിയാണതാണ് മൊത്തത്തിൽ. ഒരടിയോളം നമ്മളത് ഭിത്തിയിലേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഒരടിയോളം നമ്മൾ അല്ലെങ്കിൽ 1.5 അടിയോളം നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു കൺസീൽഡ് ബീമും വരുന്നുണ്ട്. 16 കമ്പിയിൽ തന്നെ ഒരു കൺസീൽഡ് ബീം വരുന്നുണ്ട്. അത് കാരണം നമ്മളൊന്ന് സ്ട്രെങ്തൻ ചെയ്താണ്. ഇതിൽ കോണിയുടെ നമ്മളൊരു ഏരിയ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം അതിനകത്ത് കയറി പോയിട്ടുണ്ട്. എന്നാലും നമ്മളൊന്ന് സ്ട്രെങ്തൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താനാണ്. ഓൾറെഡി ഭിത്തി അവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊരു ചെറിയൊരു ഷോ വാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്ന് സ്ട്രെങ്തൻ ചെയ്ത് കൊടുത്തതാണ്. ഇതേപോലെയാണ് എൻ്റെ കമ്പിപ്പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് ഇതിൻ്റെ കമ്പി പാക്ക് ചെയ്യണമെന്നതും അതുപോലെ 2.5 ഇഞ്ചിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ വാർക്കയുടെ സമയത്ത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ കട്ട കെട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാലും വാട്ടർ പ്രൂഫിൻ്റെ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. ഞാൻ ഇതാണ് നമുക്ക് വാട്ടർ പ്രൂഫ് ഷീറ്റ് ഉണ്ട്. ബാലൻസിങ് ഷീറ്റ് എന്നാണ് പിന്നെ അതിന് പറയാം. നമ്മളെല്ലാ കട്ടയുടെ മേലെ കൂടെ ഇതേപോലെ നമ്മൾ വിരിച്ച് കൊടുത്തിട്ട് കമ്പി നമ്മൾ വിരിക്കണം. ഇതിപ്പോൾ പണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതിൻ്റെ അടി കൂടെ നമുക്ക് ക്ലിയറൻസ് ആയിട്ട് വിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫ് ഷീറ്റിംഗ് ആണ് വരുന്നത്. ഇതിലേക്ക് നമുക്ക് താഴേക്ക് വെള്ളം ഇറങ്ങി കട്ടയിലേക്ക് ഡയറക്റ്റ് വെള്ളം ഇറങ്ങില്ല. അതിലൊരു ബാലൻസിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലെ ഗ്യാപ്പും കാര്യങ്ങളെല്ലാം ഫില്ലായി പോവുകയും ചെയ്യും. നമുക്ക് ഇതിൽ വരുന്ന വെള്ളമോ കാര്യങ്ങളോ അതിനകത്തേക്ക് ഇറങ്ങില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത്. എല്ലാ വർക്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും നമ്മൾ കാണിച്ചു തരും.
അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്യണം. നാളെ വാർക്കിക്കുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണം. എംസാൻഡാണ് നമ്മൾ ചെയ്യുന്നത്. എംസാൻഡും മെറ്റലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ മണൽ കിട്ടാനില്ല, കാരണം നമ്മളിപ്പോൾ എംസാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ എംസാൻഡും കാര്യങ്ങളൊക്കെ അടിച്ച് നാളത്തെ വർക്കുകളുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ തട്ടിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഞാൻ കറക്റ്റായിട്ട് ചെയ്തു തരാം. ഇപ്പം ഞാൻ ഇതിൻ്റെ എത്ര കിലോ കമ്പി വരും, അതുപോലെ തന്നെ എത്ര ലോഡ് എംസാൻഡ് ഉണ്ട്, എത്ര ലോഡ് മെറ്റലുണ്ട്, എത്ര ചാക്ക് സിമെൻറ്റ് വരും, നമുക്കിതിൽ എത്ര കോസ്റ്റ് വരും, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഞാൻ ഇതിൻ്റെ വർക്ക് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് വിവരിച്ചു തരാം. അപ്പോൾ ഓക്കെ, എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു.